എന്നെ കുടുംബം ഏവർക്കും ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ഹൃദയമായ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്ന സമയത്ത് ഈ സഭയിൽ വന്ന് ദൈവം സൂക്ഷിപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. എന്റെ പേര് മഹാരാജൻ വിശ്വനാഥ് എന്നാണ്. കുടുംബത്തിൽ മോഹിയത്തില് യേശുവിന്റെ രക്ഷിതാവായ തീരുപ്പാൻ ദൈവം ജീവിതത്തിൽ മാറി തന്നു. തുടർന്ന് മനക്കാല പിന്നാരിയിൽ ദൈവം പറ്റിനേഷൻ ബാംഗ്ലൂരിലെ ചെയ്യും കർത്താവ് ദൈവമുണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിൽ ദൈവസഭയുടെ ദർശനം കൊണ്ട് ദൈവം പാലം ചെയ്ത ശേഷം 4 മാസമായി കൊല്ലം ദൈവസഭയുടെ പാസ്സായിട്ടിരിക്കുന്നു. ചില നാളുകളായി രാജ്യത്ത് അയപ്പാനും പലപ്പോഴും ദൈവം പാലം ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കും. വേഗത്തിൽ ദൈവം ഏൽപ്പിച്ച ദൈവീക രൂപത്തിലേക്ക് കടപ്പാൻ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധപ്പെടുത്തുവാൻ ആധാരമായ വാക്യം വായിക്കുന്നു. വെളിപ്പെടുത്തിയ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങൾ. അവനോട് നിന്റെ പേരെനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. അവിടെ വെച്ച് ദൈവമായി അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന പേരിട്ടു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. വലിയ പ്രസംഗ വിഷയമായിട്ട് ഒരു ചെറിയ പാട്ട് മാത്രം ഞാൻ പങ്കിടുകയാണ്. അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു. ആ സ്ഥലത്ത് ദൈവത്തെ മുഖാമുഖം കണ്ടു എന്ന് പറഞ്ഞ് യാക്കോബ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. പഴയ നിയമത്തിൽ പെനിയേലും പുതിയ നിയമത്തിൽ ഗെത്സമനയും തമ്മിൽ ഒത്തിരി സാമ്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ പെനിയേലും പുതിയ നിയമത്തിൽ ഗെത്സമനയും തമ്മിൽ ഒത്തിരി സാമ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പെനിയേൽ ഒന്ന് നാം ഒറ്റയ്ക്ക് തനിയെ നാം ദൈവത്തോട് അടിക്കേണ്ട സ്ഥലമാണ് പെനിയേൽ എന്ന് പറയുന്നത്. അവിടെ വരെ പറയും യാക്കോബ് തനിക്കുള്ളതൊക്കെ അക്കരെ കടത്തിന് ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. പെനിയേൽ ഒന്ന് നാം ഒറ്റയ്ക്ക് നിൽക്കേണ്ട സ്ഥലം. ഗെത്സമനയിൽ യേശുവിന്റെ കൂടെ എല്ലാവരും ഉണ്ടെങ്കിലും ഗെത്സമനയിൽ യേശു ഒറ്റയ്ക്കായിരുന്നു. വരം പറയുന്നു കൂടെ വിശ്വസ്തരെന്ന് എണ്ണി പ്രാർത്ഥിക്കാൻ 3 പേരെ കൊണ്ടുപോയി അവരും മാറിക്കിടന്നുറങ്ങിയ യേശു ഒറ്റയ്ക്ക് ഗെത്സമനയിലായിരുന്നു. ഒന്ന് ഒറ്റപ്പെടുന്ന സ്ഥലമാണ്, ഒറ്റയ്ക്ക് നിൽക്കേണ്ട സ്ഥലമാണ് ഗെത്സമന അല്ലെങ്കിൽ പെനിയേൽ. രണ്ടാമത്തെ പ്രത്യേകത പെനിയേൽ പ്രാർത്ഥനയുടെയും അഭയാചനയുടെയും സ്ഥലമാണ് പെനിയേൽ. വരം പറയുന്നു യാക്കോബ് കേണപേക്ഷിച്ചു. ഗെത്സമനയിൽ യേശു പ്രാണവേദനയിലായി ഉറക്ക നിലവിളിപ്പാനിടയായി. പെനിയേൽ ഗെത്സമന എന്ന് പറയുന്നതും പ്രാർത്ഥനയുടെയും അഭയാചനയുടെയും സ്ഥലമാണ്. മൂന്നാമത്തെ പ്രത്യേകത പെനിയേലും ഗെത്സമനയും നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കേണ്ട സ്ഥലമാണ്. പെനിയേലും ഗെത്സമനയും യാക്കോബിനെ അവൻ ദൈവം തൊടുവാനിടയായി. അവന്റെ തുളയിൽ തൊട്ടുവെന്ന് ദൈവം പറയുന്നു. ഗെത്സമനയിൽ യേശു വിളിച്ചു പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്ഥലം അവൻ ഗെത്സമന. നാലാമത്തെ പ്രത്യേകത അവൻ സ്വന്തം ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ച സ്ഥലം പെനിയേൽ. അവൻ സ്വന്തം വരം പറയുന്നു അവൻ സ്വന്തം യാക്കോബിനെ ദൈവം അവർക്ക് അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹത്തിന്റെ സ്ഥലമാണ് പെനിയേൽ എന്ന് പറയുന്നത്. ഗെത്സമനയിൽ പാനപാത്രം മാറിപ്പോയില്ലെങ്കിലും അത് നിൽപ്പാനുള്ള ഒരു കൃപ അവൻ ഗെത്സമനയിൽ ദൈവം പകരപ്പെടുവാനിടയായി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പെനിയേൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഗെത്സമന ഉണ്ടെങ്കിൽ ഒരു അനുഗ്രഹം ദൈവം പകരപ്പെടുവാൻ ഇന്ന് പകരം വരികയാണ്. പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുക. നാം ഒറ്റപ്പെടുന്ന സ്ഥലം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നാം ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ അവൻ വചനം പറയുന്നു. ഒന്ന്, ഈ ജീവിതം ഒന്നേ ഉള്ളു, നാം ഒറ്റയ്ക്ക് ജീവിച്ചേ മതിയാകത്തുള്ളൂ. എനിക്ക് പറയാൻ ഈ ലോകത്ത് വേറെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഈ ജീവിതം ഒന്നേ ഉള്ളു. തന്റെ ഇടത്തോടുകൂടി കർത്താവിന്റെ നാമത്തിൽ അവൻ മുന്നോട്ട് നാം സ്റ്റെപ്പ് വയ്ക്കണം. എത്ര വലിയ പ്രതികൂലം വന്നാലും എത്ര വലിയ പ്രശ്നം വന്നാലും അവൻ സ്വന്തം പുറത്തുനിന്നുള്ള ഒറ്റ പ്രശ്നം ഉള്ളിൽ കയറാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. സ്വന്തം വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കണം. സ്വന്തം ജീവിതം ഒന്നേ ഉള്ളൂ. ഇത് കൊച്ചു ജീവിതം. ഈ ലോകത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തുള്ള മനുഷ്യന്റെ ജീവിതം. ഒറ്റ ശ്വാസത്തിൽ കിടന്ന് കളിക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതം. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ദൈവം ആമേൻ പറയണം. ഇന്ന് രാത്രി കിടത്തുറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് ഒരുവരും തന്റെ അടുത്തോടുകൂടി പറയാൻ സാധിക്കത്തില്ല. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ആദിയായി കൊച്ചു ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ നാം സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചാൽ ഈ കൊച്ചു ജീവിതവും അനുഗ്രഹിക്കപ്പെടും. ശേഷമുള്ള അവരുടെ നിത്യതയുണ്ട്, അതും അനുഗ്രഹിക്കപ്പെടുവാനിടയാണ്.
അവിടെ ഞാൻ ആ വാക്കുകളെ ഈ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലം വന്നാലും ധൈര്യത്തോടുകൂടി കഴിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ പടകിൽ യേശു ഉണ്ടെങ്കിൽ കാറ്റിറങ്ങിയാലും കടലിറങ്ങിയാലും ഇതിനൊക്കെ കേടുവരാതെ സൂക്ഷിപ്പാൻ ദൈവത്തമ്പുരാൻ വിശ്വസ്തനാണ്. ഈ കടലിറങ്ങി കീഴ്മേൽ പറഞ്ഞു വന്നാലും നിന്റെ പടയൊന്നും സംഭവിക്കത്തില്ല. കാരണം യേശു നിന്റെ കൂടെയുണ്ട്. അത് ഈ പട്ടണത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ധൈര്യത്തോട് ജീവിക്കണം, സങ്കേതത്തോട് ജീവിക്കണം. എന്ത് വിശ്വത്തിൽ അത് നമ്മൾ ധൈര്യത്തോട് ഫേസ് ചെയ്യണം. അത് സ്വന്തം ജീവിതം ഒന്നേ ഉള്ളൂ. രണ്ട് സമസ്തയ്ക്ക് ഫേസ് ചെയ്ത ഒരു കാര്യം മരണം. മനുഷ്യന്റെ ജീവിതത്തിൽ അവസാന ശത്രു അവൻ മരണം. അവൻ ഇന്നല്ലെങ്കിൽ നാം അവന് കീഴ്പ്പെട്ടേ മതിയാകത്തോട്. എങ്കിൽ അത് സ്വന്തം മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ മരിക്കുകയാണെങ്കിൽ അത് ലാഭമാണ്. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിച്ചാൽ ക്രിസ്തു മരിക്കും. അത്രയും പറഞ്ഞത് കേട്ടെ. ആ സ്വന്തം മൂന്നാമത് നാം ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ പെന്തക്കോസ്ത് പോലത്തിന് ഒരു തിരിച്ചറിവില്ലാത്ത പോകുന്ന ഒരു മണ്ഡലമാണ് മൂന്നാമത് ദൈവസഭ. അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ഒരു ന്യായവിധി നമുക്കുണ്ട്. നാം പറയുന്ന വാക്കുകൾക്ക്, നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക്, നാം കഴിക്കുന്ന ആലോചനകൾക്ക് വരെ ദൈവത്തിന് ന്യായം വിധിക്കുക. ഒരു ന്യായവിധി നമ്മുടെ മുമ്പിലുണ്ടെന്ന് നാം ഒരിക്കലും മറക്കരുത്. ആകിയാൽ പ്രവാസനായ ഭയത്തോടും വിനയോടും കൂടി കഴിക്കണം. ഒന്ന് പെരിയ ഒറ്റയ്ക്ക് ദൈവത്തെ മുഖാമുഖം കാണരുത്. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിങ്ങൾ ദൈവമായിട്ടുള്ള റിലേഷനുണ്ട്. പ്രാർത്ഥനാ ജീവിതങ്ങളുണ്ട്. യേശുക്കത്താൽ 12 മണിക്കൂർ രാത്രി പ്രാർത്ഥിച്ചത് പിറ്റേ പകൽക്കാലം അവൻ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ പർപ്പസ് എന്തിനു വേണ്ടി അന്വേഷിച്ചത് ഭൂതങ്ങളെ തൊട്ടാക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ. ഇതൊക്കെ പറയുന്നതിന് മുന്നേ ആദ്യം സ്വർഗം പറഞ്ഞത് തന്നോടുകൂടെ ഇരിപ്പാനും. എന്നെ നിങ്ങളെ ഈ പട്ടണത്തിൽ ദൈവം തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കൂടെ ഇരിക്കാനാ. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഈ ആണ്ട് അവസാനിക്കാൻ പോകുക. അവൻ ദൈവാത്മാവ് ചോദിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് അവൻ ദൈവാത്മാവ് ചോദിക്കുന്നത് വ്യക്തിപരമായ പേഴ്സണൽ പ്രേരണകളുണ്ട്. ഒരു സമയം എത്ര സമയം നിങ്ങൾ ഒരു ദിവസം ദൈവത്തോട് ചെലവഴിക്കും. ഇന്ന് ഈ സഭായോഗത്തിന് വേണ്ടി ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയ അവൻ എത്ര പേരുടെ കൊണ്ട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ദൈവത്തോടുള്ള വാസന നിങ്ങളുടെ പ്രാർത്ഥന. വ്യക്തിപരമായ ദൈവമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. സ്വന്തം ഒറ്റയ്ക്ക് നീ ദൈവത്തോടുകൂടെ ഇരിക്കണം. അവൻ സമയം കിട്ടുമ്പോൾ ദൈവത്തിന് മാറി നിന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുന്നു, പെരിയന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, കേൾക്കവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു അനുഗ്രഹം കുറവായി നിന്നുണ്ട്. ഇന്ന് ഭയപ്പെടാതെ വരികയാണ്. രണ്ടാമത്തെ പെരിയലിന്റെ ഗസ്തമനയുടെ പ്രത്യേകത പ്രാർത്ഥനയുടെയും അഭയാചനയുടെയും ഫലമാണ്. പെരിയലിന്റെ ഗസ്തമനെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ആദ്യ സ്നേഹം, ആദ്യ പ്രാർത്ഥന. അത് രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ മണിക്കൂറുകൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവാത്മാവ് ചോദിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? നമ്മളൊക്കെ പറയും ബിസിയാ. നിങ്ങളാണെങ്കിലും ഇന്ന് ഒത്തിരി തിരക്കുള്ളൂ. അതുപോലെ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. തീരുമാനിച്ചുള്ളൂ. 3 നേരം കഴിച്ച് 4 നേരം കഴിക്കും. അതിനെല്ലാം നമുക്ക് സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ സമയമില്ല. നിരാശ യുവത്തിന് പലരെല്ലാം ദൈവാത്മാവ് പറയട്ടെ, എക്സ്ക്യൂസിനെ നമുക്ക് തമ്മി പറയാം. ഇവിടുത്തെ പ്രാർത്ഥനത്തിൽ എക്സ്ക്യൂസുകൾ പറയാം. പക്ഷെ ക്രൂശിലേക്ക് നോക്കി ഒരു വ്യക്തിയുടെ എക്സ്ക്യൂസ് അവരെ വിലപോകുന്നില്ല. ഇന്ന് പല പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നാം പ്രാർത്ഥനയിൽ മടങ്ങി വരണം, പ്രാർത്ഥനയിൽ മടങ്ങി വരണം, പ്രാർത്ഥനയിൽ മടങ്ങി വരണം. എനിക്ക് യേശു വിശ്വസ്തന് വേണ്ടി കൂടെ കൊണ്ടുപോയി സെലക്ട് ചെയ്ത് കൊണ്ടുപോയി അവമാനമാരികളും യേശു കൂടെ പറയുകയാണെങ്കിലോ. യേശു കൂടെ നമ്മളൊക്കെ പലപ്പോഴും ഒരു വിഷയം വരുമ്പോൾ 10 പേരെ വിളിച്ച് പറയും, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. എന്നിട്ട് നമ്മൾ പ്രാർത്ഥന ഉറപ്പി തിരക്കാ വ്യക്തിയാണെന്ന് നമ്മൾ നടക്കും. യേശു അങ്ങനെ യേശു കൂടെ പറയുകയാണെങ്കിലോ. ഇന്ന് ഈ പദം ദൈവാത്മാവ് ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം. അത് ഈ മുഴുവൻ മെസ്സേജ് നിങ്ങൾ മറന്നാലും ഇനി പറയുന്ന ഒരു പദം അത് നിങ്ങൾ മറക്കൽ. എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പിടിച്ചു വിളിക്കുകയും ആ സ്തോത്രം ഒരു ദൈവിക കൂട ആ സ്തോത്രം നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു കാലം വെളിപ്പെട്ട് വരും. ഇന്ന് പദം പരിശുദ്ധാത്മാവ് വരുന്നു. നിങ്ങളുടെ വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ഈ ലോകം ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഈ ലോകത്തിൽ എത്ര വലിയ കൃപാകരം പ്രാപ്തരായാലും വ്യക്തിഹിതോ വൈകാരമോ ആരായാലും നിങ്ങളുടെ വിഷയം അവർ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിൽ പോകണം. നിങ്ങൾ അവരോട് ദൈവം പ്രാർത്ഥിക്കുന്നത്
വെച്ചിട്ട് എന്നെ ഹൃദയത്തെ കീറി കുറിച്ച് സംഭവം ഉണ്ടായി. പറയാം, ഒരു രാത്രി ഒരു ഓൺലൈൻ പ്രയർ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങിയ അവൻ സുഖം ഒരു വ്യാഴാഴ്ച രാത്രി വെളുപ്പന്റെ 4 മണിയായപ്പോഴത്തേക്ക് സഭയിലെ എന്റെ ഒരു വിശ്വാസം ഒരു സിസ്റ്ററിനെ വിളിക്കുക. അവരുടെ ഹസ്ബൻഡ് ഒരാഴ്ചത്തേക്ക് നാട്ടിൽ പോയി. ആ സിസ്റ്ററിന് വിളിച്ചിട്ട് ഫോണിൽ നിലവിളിക്കുക, എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണേ, 4 വയസ്സുകൊണ്ട് കുഞ്ഞുണ്ട്, അതിനാൽ 3-4 മണിക്കൂറായി കരയുക, ചൂട് കൈക്കൊള്ളുന്നു, അത് ശരീരം നിറയ്ക്കാൻ തുടങ്ങുന്നു, വല്ലാത്ത സ്റ്റേജിലേക്ക് മാറ്റപ്പെടുന്നു, പ്രാർത്ഥിക്കണേ വാർത്തേ, എനിക്ക് അവിടെ പോയി ദൂരമുണ്ട്, 10 മിനിറ്റ് കുഴപ്പമില്ല, അവൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, ഫോൺ വെച്ചു, ഞാൻ കിടന്നുറങ്ങി. എന്റെ ശീലം എന്നെ ഉറങ്ങി കളഞ്ഞു, പാടില്ലായിരുന്നു. പിറ്റേ പകർത്താണ് ഞാൻ ആരാധനയ്ക്ക് ചെന്നപ്പോ ഈ കുഞ്ഞുമായിട്ട് കരയിലേക്ക് വരിക. എന്റെ ഹൃദയം ഒന്ന് ഞാൻ ചോദിച്ചു, എങ്ങനെ കുഞ്ഞിനാണ് വാർത്തേ പാടാർത്ഥത്തോടെ പാട്ട് പ്രാർത്ഥിച്ചത് ഒത്തിരി നാൾ. പാസ്റ്റോട് ഫോണിൽ കൂടെ വിഷയം പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു. ഫോൺ വെച്ച് 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യമായി. ലാഭത്തെ വിശ്വാസം എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. ഉടനെ അവൻ പാസ്തായി ഞാനവിടെ പായെടുത്തിട്ട് അവൻ മുട്ടുപേർ മടക്കി കൈവെത്തി പ്രാർത്ഥിക്കുന്നു, ശക്തി പുറപ്പെടുന്നു, കുഞ്ഞ് സൗഖ്യമാകുന്നു. അതാണ് കൃഷ്ണ വിശ്വാസം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിക്കുന്ന പലരും പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് നീ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുക. അങ്ങനെ പ്രാർത്ഥനയുടെ അഭിഷേകം നേടി നടക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുക. നിങ്ങളുടെ വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു ബിൽഡിങ്ങിന് സെക്യൂരിറ്റി നാത്തൂർ അവിടെ അവിടുത്തെ അങ്ങ് അവിടെ താമസിക്കുന്ന അങ്ങ് ജോലി കഴിഞ്ഞ് വരുമ്പോ നാത്തൂർ പറയുക, സാറേ സാറിന്റെ പോലൊരു ബാഗ് വേണം, സ്കൂളിൽ പോകാൻ സാറിന് മേടിച്ചു കൊടുക്കണേ. ആ അങ്ങനെ തിരിച്ചു പോകാൻ നീന്റെ പാടോട്ടി പോകാൻ എന്റെ അടുത്ത് പറയുന്നു പറയും. ഇന്ന് രാത്രി നിന്റെ വിഷയം മറ്റൊരു അകലം കൊണ്ട് കേൾപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തിരിച്ചിയെ 2 കീറി അഥവാ പിതാവിനെ വിളിച്ചുകൊണ്ട് കൃപാസനത്തിൽ അടുത്ത് വരുവാൻ ദൈവം നിനക്ക് അവസരം നൽകിയത് നിന്റെ വിഷയം മറ്റൊരു അകലത്തിന് കേൾക്കാനല്ല. എന്റെ ദൈവത്തിന് ആഗ്രഹം നിന്റെ അകലത്തിന് കേൾപ്പാൻ ദൈവത്തിന് ആഗ്രഹം. നിങ്ങളുടെ ചെവിയിൽ ഒരു ദിവസത്തിന് എത്ര പ്രാവശ്യം കേൾക്കും? എത്ര പേര് പറയും, ഇങ്ങനെ വിശ്വത് പ്രാർത്ഥിക്കണേ. അങ്ങനെ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. എത്ര പ്രാവശ്യം ഈ പഠനങ്ങൾ കേൾക്കുന്നു, വാർത്തമായി ചോദിക്കുന്നു, അതിനെല്ലാത്തിനും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വരുന്നു. നിന്റെ വിഷയത്തിൽ നീ പ്രാർത്ഥിക്കണം. നിന്റെ വിഷയത്തിൽ നീ നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ കുഞ്ഞിനും വേണ്ടി, എന്റെ ഭാര്യയ്ക്കും എന്റെ കുഞ്ഞിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കും. പകൽക്കാലം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വരുന്നു. അത് പകർന്നു കിടക്കുന്ന പ്രാർത്ഥന ദിവസത്തെ ഈ നാളുകൾ കുടിക്കപ്പെടാവുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ പെരിയന്റെ കീർത്തനയുടെ പ്രത്യേകത അത് സ്വന്തം ദൈവം അത് സ്പർശിക്കുന്ന ദൈവത്തിന് പൂർണ്ണമായി തട്ടിക്കുന്ന ഒരു സ്ഥലമാണ് പെരിയ. അത് ദൈവം അത് സ്വന്തം യാക്കോബ് തന്നെത്താൻ സമർപ്പിച്ചു. ദൈവനെ തൊട്ടു. യേശുക്രിസ്തുവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ ഫലമാർത്ത നീങ്ങിപ്പോകണം. എങ്കിൽ എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒന്ന് വിളിച്ചു പറയുന്നു, നീ നിന്നെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് പൂർണ്ണമായിട്ട് ഒന്ന് തട്ടിക്കുകയാണെങ്കിൽ നിന്നെ തൊടുവാൻ ദൈവം വിശ്വസ്തന. നാലാമത്തെ പ്രത്യേകത പെരിയൽ ദൈവത്തിനെ അനുഗ്രഹിക്കുന്ന സ്ഥലം. കേൾക്കവന ദൈവത്തിനെ അനുഗ്രഹിക്കുന്ന സ്ഥലം. നീ മുട്ടുമടക്കിയാൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ മുട്ടുമടക്കിയാൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലുണ്ട്. നമ്മളുടെ 1000 സഭയുടെ യോഗങ്ങളെക്കാട്ടി വലുതാണ് ഒറ്റ കുടുംബ പ്രാർത്ഥന. അപ്പനും മക്കളും കൂടെ കോർത്ത് ഭയം കോർത്ത് അപ്പനും മക്കളും കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബ പ്രാർത്ഥനയുടെ കുടുംബത്തെ ഈ ലോകത്തൊരു പിശാചം കൂടാൻ സാധിക്കുന്നില്ല. 1000 സത്യന്റെ നീതികളെക്കാൾ നല്ല ഒരൊറ്റ കുടുംബ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. എങ്ങനെയുള്ള കുടുംബ പ്രാർത്ഥന? എങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന? ഇന്ന് പകൽ മടങ്ങി വരുമ്പോൾ ദൈവാത്മാവ് ആരോഗ്യം വിളിച്ചു പറയുക, നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ നീ കുട്ടുപറക്കണം. എല്ലാവരും തള്ളിക്കളയും. പക്ഷെ ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. യേശു വിശ്വസ്തൻ തന്നെയോ വായിക്കാൻ തുടങ്ങി. പക്ഷേ അവൻ സ്വർഗം യേശുവിനെ തള്ളിക്കളഞ്ഞില്ല. അതിന് 3 വർഷം ആരുടെ നാമത്തെ ഉയർത്തിയോ, അതിന് 3 വർഷം ആർക്ക് വേണ്ടി വേല ചെയ്തോ, ആ പിതാവ് തള്ളിക്കളഞ്ഞില്ല. വചനം പറയുന്നു, സ്വർഗത്തിൽ ദൂതനെ അയച്ച് നമ്മളെ ബലപ്പെടുത്തുക. നീ മുട്ടുമുടക്കാമെങ്കിൽ, നീ പ്രാർത്ഥിക്കാമെങ്കിൽ, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ ഭർത്താവിന്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവാത്മാവ് പറയുക, നിന്റെ കൂടെ പ്രാർത്ഥിപ്പാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന് ദൂതന്മാരിറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. അനുഗ്രഹിക്കപ്പെടുവാൻ വേറെ കുടുംബ
പൂർണ്ണമായും ഒന്നുമില്ല. അത് കുറവ് സംഭവിച്ച് ഇന്ന് പലക്കാൽ ദൈവത്തിന് പലകത്താതെ എന്റെ പ്രാർത്ഥന ജീവിതം തകർന്നുപോയി. എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഇന്നുപോലെ ഞാൻ പ്രാർത്ഥിക്കും. എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇതിന് പ്രകാരം തീരുമാനമെടുത്താൽ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ വിശ്വാസം പെരിയേ കേൾത്തവന ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന സ്ഥലം, പ്രാർത്ഥനയുള്ള സ്ഥലം. ഒരു പെരിയ ജീവിതത്തിലുണ്ടോ, ഒരു കേൾത്തവ ജീവിതത്തിലുണ്ടോ, നിശ്ചയമായി ദൈവം എന്നെ അനുഗ്രഹിക്കാൻ വിശ്വസൻ. ഈ ബലങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാണ്.